ഷമാൽ മുനിസിപ്പാലിറ്റിക്ക് കിഴക്ക് മാറി നോക്കത്താ ദൂരത്തെ മരുഭൂമിയിൽ ഉസ്മാനും പബിലേശും തങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എപ്പോഴും പരിതപിക്കുകയാണ്. പരസ്പരം സങ്കടം പങ്കുവച്ച് ആടുകളോടൊപ്പം 3 വർഷമായി ഇവർ ജീവിതം തള്ളി നീക്കുന്നു. പെരുന്നാളും അവധിയുമൊക്കെ ഇവർക്ക് ഈ മരുഭൂമിയിൽ തന്നെ. പാസ്പോർട്ടും രേഖകളുമൊക്കെ സ്പോൺസറുടെ കയ്യിൽ. എയർ കണ്ടീഷനും വെളിച്ചവുമില്ലാത്ത ഫാം ഹൗസിൽ കൊടും ചൂടും തണുപ്പുമെല്ലാം മാറി മാറി ഏറ്റുവാങ്ങിയുള്ള ജീവിതം. ശമ്പളം 500 റിയാൽ മാത്രം. മരുഭൂമിയിലെ ദൂരയാത്രയ്ക്ക് കൂട്ടായി ഒരു കഴുതയുണ്ട് ഇവർക്ക്. അതിരാവിലെ ആടിനെ മേയ്ക്കാൻ മരുഭൂമിയുടെ അനന്തതയിലേക്ക്. ഉച്ചയ്ക്കു ശേഷം വീണ്ടും മറ്റൊരു യാത്ര. ആഹാരത്തിനുള്ള വകയും തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് തന്നെ കണ്ടെത്തണം. മാന്യമായ ജോലി വാഗ്ദാനം ചെയ്ത ഇടത്തട്ടുകാരന് 4000 റിയാൽ വീതം നൽകിയാണ് ഉസ്മാനെയും പബിലേഷിനെയും പോലുള്ളവർ ഇവിടെ എത്തിയത്. യാതനകളൊടുങ്ങാത്ത ഈ ജോലി ചെയ്യാൻ. എല്ലാ പ്രവാസികളെയും പോലെ പ്രതീക്ഷകളുടെ ചിറകിലേറി തന്നെയാണ് ബംഗ്ലാദേശിയായ ഉസ്മാനെ പോലുള്ളവരും ഇവിടെ എത്തിയത്. പക്ഷേ എത്തും പിടിയുമില്ലാത്ത ഈ മരുഭൂമിയിൽ കഷ്ടപ്പാടിന്റെ ദുരിതക്കയത്തിലാണ് ഇവരിപ്പോഴും. ഖത്തറിലെ റുവൈസിലെ ഒരു മറുപ്രദേശത്തു നിന്നും PR പ്രവീൺ, ജയ്ഹിന്ദ് ന്യൂസ്.